നാടകത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി അഭിനയിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രധാന കഥാപാത്രം അവൻ, മറ്റേ കഥാപാത്രം ഞാൻ. എൻ്റെ ഞാൻ ഡയലോഗും മറന്നു. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഡയലോഗും കൂടി പറഞ്ഞ് അവൻ്റെ ഡയലോഗും പറഞ്ഞ അക്കൊല്ലത്തെ ബെസ്റ്റ് ആക്ടർ അവിടെ. നിഴലോ മാഞ്ഞു പോയി വഴിയും മറഞ്ഞു പോയി തോരാത്തൊരാമഴയിൽ ചൂട്ടുമണഞ്ഞു പാട്ടും മുറിഞ്ഞു. ബിജിബാലിൻ്റെ ഒരു ഹൃദയമാണ് ആ പാട്ട്. അതിനകത്ത് ഭീകരമായ ബിജിബാൽ എന്ന് പറയുന്ന പാട്ടുകാരൻ്റെ എല്ലാ വേദനയും കൂടെ അതിനകത്തുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മദ്യപിച്ചിട്ട് സ്കൂളിലേക്ക് കയറി വരുമോ എന്ന ഭയത്തിൽ പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. ലാലേട്ടൻ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ നമ്പരെ മാറ്റിയോളൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആളാണ് എന്ന് മുരളിച്ചേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് അതും ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻറ്റാണ്. അജു വർഗീസ് ഈ അടുത്ത് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വെള്ളവടി നടത്തിയത് വെള്ളം എന്ന് പറയുന്ന സിനിമയാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ പാട്ട് പാടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാട്ടാണ്. പറ്റാത്ത ഞാൻ ഉൾപ്പെടെ പാടി. ഇതിൻ്റെ അച്ഛനെ അഭിനയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലൈഫ് മാറ്റി വെച്ച ഒരു മനുഷ്യനാണ്. കുറേ നാനയും അച്ഛൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിൻ്റെ മറ്റേ ടിക്കറ്റൊക്കെയാണ് അച്ഛൻ്റെ കളക്ഷൻസ്. നഗരമേ തരിക നീ തിരികെ എൻ ഹൃദയം. ആ പാട്ട് ഞാൻ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ഞാൻ 3 പ്രാവശ്യം കേട്ടോ കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഷഹവാസിന്റെ ഉച്ചാരണം, ചില വാക്കുകൾ ഭയങ്കര രസമായിട്ട് ഞാൻ പോയി സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പുള്ളിയുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഓരോ വർക്കും കണ്ടിട്ടൊക്കെയാണ് അത് കമ്പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഷാവയെ കൊണ്ട് പാടിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഷാവയ്ക്ക് അയച്ചു കൊടുത്തു. ആള് കേട്ട ഉടനെ തന്നെ നമുക്ക് കൂളായിട്ട് കേട്ടിരിക്കാവുന്നൊരു പാട്ടായിരിക്കും ഞാൻ പാടാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. സീക്രട്ട് ഓഫ് വിമന്റെ വിശേഷങ്ങളുമായിട്ട് പ്രജേഷ് സെൻ, മിഥുൻ വേണുഗോപാൽ. ഹായ്. എന്തൊക്കെ സീക്രട്സ് ആണ് പറയാൻ പോകുന്നത് സ്ത്രീകളുടെ? അയ്യോ, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. ലോകാവസാനിക്ക് വരെ പറയേണ്ടി വരും. കാരണം എല്ലാ മനുഷ്യർക്കും സീക്രട്ട് ഉണ്ടാവും, രഹസ്യങ്ങളുണ്ടാവും. ഇതിനകത്ത് അത്രയും വലിയ രഹസ്യമൊന്നുമില്ല. ഒരു ചെറിയ പടം നമുക്കറിയുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമ. എളിമയാണ്. മിഥുനെ, ഇതിനകത്ത് വില്ലൻ ആക്കിയോ ശരിക്കും? ഇല്ല, ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളിലെ ഒരു സുന്ദരനായിട്ടുള്ള വില്ലനെ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അയ്യോ, എന്ന് വെച്ചാൽ ഗ്രേ ഷെയ്ഡിലുള്ള വില്ലൻ. നമുക്ക് ഇപ്പം നായകനും വില്ലനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ശരിക്കും റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസിനെയൊക്കെയാണ് നമ്മൾ സിനിമയാക്കുന്നത്. അപ്പം മിഥുന അത്തരത്തിലുള്ളൊരു ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് തോന്നണം ഹീറോ ആണോ അതേ വില്ലനാണോ എന്ന് തോന്നുന്ന രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രജേഷിനോട് ഇടയ്ക്കിടയ്ക്ക് പറയാട്ടോ. നമുക്ക് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇവൻ വരും, അങ്ങനെ ഒരു സാധനം എഴുതിയാലോ? നാളെ തൊട്ട് ചില ആൾക്കാർ ഡെയിലി ഗുഡ് മോർണിംഗ് അയക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്, എൻ്റെ ക്യാരക്ടർ എന്തായെന്നുള്ള ഞാൻ ഡെയിലി അയക്കാം. ഈ പടങ്ങളിപ്പോൾ ക്യാപ്റ്റൻ, വെള്ളം, അതേപോലെ മേരിയ വസുനോ, ഇതൊക്കെ വിജയമാക്കിയിട്ടുണ്ട്. അതേപോലെ കോ ഡയറക്ടറായിട്ട് നമ്മുടെ മാധവന്റെ സിനിമ റോക്കറ്ററിയിലും ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല പേരാണ് ഉള്ളത്. ഇത് എക്സ്പെക്റ്റേഷനെ കൂട്ടുന്നൊരു പരിപാടിയാണ്. ഈ പേരെങ്ങനെ നിലനിർത്തും? കാരണം ഇപ്പോൾ ഈ സിനിമയ്ക്ക് തന്നെ അവാർഡുകൾ വരുമ്പോൾ അത്തരത്തിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ തന്നെ അവാർഡിൻ്റെ സിമ്പൽ വയ്ക്കുമ്പോൾ തന്നെ ഓ അങ്ങനെയാണല്ലേ, എന്നാൽ കണ്ടുകളയാന്നുള്ളൊരു പ്രതീതിയുണ്ട്. നിരാശപ്പെടുത്തുമോ അതെ ഞങ്ങളെ സന്തോഷിപ്പിക്കും? നിരാശപ്പെടുത്തില്ല ഈ സിനിമ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു കോവിഡ് കാലത്തെ ചിന്തയായിരുന്നു ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നൊരു പ്ലാൻ തന്നെ. കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സൗഹൃദത്തിൻ്റെ ഇടയിലുണ്ടായ ഒരു തോട്ട്, അങ്ങനെയാണ് ഈ സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയോ ഒന്നുമല്ല, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മളുടെ ടീം തന്നെ. എളിമയല്ലേ? അതല്ല, ഈ പടത്തിന്റെ ജേണി ഫസ്റ്റ് മുതൽ ഞങ്ങളൊരു കോവിഡ് കാലത്താണ് ഈ പടം ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുതലേ ഇതിപ്പോൾ നമ്മൾ റിലീസാകുന്നത് 2025 അപ്പോൾ ആ ഒരു ട്രാവൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പുള്ളി ഇപ്പം ഉറപ്പായിട്ടും അങ്ങനെ ഒരു സിനിമയാണ്. അപ്പം മുൻകാല സിനിമകൾ ഇപ്പോൾ ആലോചിക്കും, ഇപ്പോൾ റോക്കറ്ററി വെച്ച് ആലോചിക്കുകയാണെങ്കിൽ അതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഇപ്പോൾ ഷാറുഖ് ഖാൻ വരെ അഭിനയിച്ച സിനിമയാണ്. അതുപോലെ ഇപ്പം ക്യാപ്റ്റൻ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ വെള്ളം, മേരി ഹൗസിനൊക്കെ നല്ല വലിയ സ്റ്റാർ കാസ്റ്റിൽ വന്ന പടങ്ങളാണ്. പക്ഷേ ഒരു താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിനപ്പുറം ആർട്ടിസ്റ്റുകൾക്ക് വാല്യൂ ഉള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉള്ളൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ നമ്മൾക്കൊരു രസത്തിന് വേണ്ടി എടുത്താണ് ഒരു സൗഹൃദ സിനിമ. പക്ഷേ ഇത് നമ്മൾ ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചു. തിയേറ്റർ റിലീസ് എന്നൊരു പ്ലാനിലേ അല്ല തുടക്കം മുതൽ നമ്മൾ ചെയ്യുന്നത്. ഫെസ്റ്റിവൽസിനൊക്കെ അയച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്, കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമൊക്കെ വന്നു.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് റിലീസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് തിയേറ്ററിൽ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മളെ ഇഷ്ടമുള്ളൊരു നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. നഗരമേ തരിക തിരികെ നീ, നഗരമേ തരിക നീ തിരികെ എൻ ഹൃദയം. സംഭവം കോംപ്ലിക്കേറ്റഡ് ആണ്. സിമ്പിൾ ആണെങ്കിലും എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വേർഡിന്റെ പ്ലേസ്മെന്റ് കുറച്ച് വ്യത്യാസമുണ്ട്. നിതീഷ് നടേരി ആകാശമായവളെ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട എഴുത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഷഹബാസമനും കൂടെ വരുമ്പോൾ ആ കോംബോയില്ലേ, ആ പാട്ട് ഹിറ്റാണ്. ആ പാട്ട് ഞാൻ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ഞാൻ 3 പ്രാവശ്യം കേട്ടോ കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഷഹബാസിന്റെ ഉച്ചാരണം, ചില വാക്കുകൾ അത് 3-4 പ്രാവശ്യം നമ്മൾ ഈ ഉച്ചാരണം കേൾക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് കേൾക്കും. അപ്പോൾ ശരിക്കും ഈ പാട്ടും കൂടെ ഈ പടത്തിനെ ലിഫ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഈ പാട്ട് സിനിമയിലെ ടൈറ്റിൽ സോങ് ആണ്. ഷബയുമായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ട്. പിന്നെ നിതീഷ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ ക്യാപ്റ്റനിലാണ് നിതീഷ് ആദ്യത്തെ ഒരു പാട്ട് എഴുതുന്നത്. പാട്ടുപെട്ടിയിൽ അന്ന് നമ്മൾ എന്ന് പറഞ്ഞ് ജയേട്ടനാണ് പാടിയത്. അപ്പോൾ ജയേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പാടിയൊരു പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു പാട്ടുപെട്ടിയിൽ അന്ന് നമ്മൾ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആകാശമായോളെ വെള്ളത്തിന് വേണ്ടിയിട്ട് എഴുതുന്നത്. വെള്ളത്തിൽ അത് കൂടാണ്ട് 2 പാട്ടുകളും നിതീഷ് എഴുതി. അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ സോങ് ഞാൻ പറഞ്ഞൊരു നഗരത്തിലും ഗ്രാമത്തിനും ഇടയിലുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന ഇൻസിഡൻറ്റുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പം ഇത്തരത്തിലൊരു മൂഡിൽ ഒരു പാട്ട് വന്നാൽ കൊള്ളാമെന്ന് ആലോചിച്ചു. മ്യൂസിക് ഡയറക്ടർ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള എൻ്റെ ഒരു പല്ലുകാല സുഹൃത്തായിട്ടുള്ള ഒരു ഏട്ടനായിട്ടുള്ള ഒരാളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അനിൽ കൃഷ്ണ എന്ന് പറയുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞ പാട്ട് ശാസ്ത്രസംഗീതം പഠിച്ച ഒരാളാണ്. അദ്ദേഹം പാട്ട് പാടുന്നത് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞാൻ ശരിക്കും ലൈവായി ഒരാൾ പാടുന്നത് കേട്ടിട്ടുള്ളൂ, കച്ചേരിയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തോടൊരു പാട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് ചെയ്തത്. അത് ഞാൻ പോയി സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പുള്ളിയുടെ കൂടെ ഇരുന്ന് അതിനെ ഓരോ വർക്കും കണ്ടിട്ടൊക്കെയാണ് അത് കമ്പോസ് ചെയ്തത്. അതിനുശേഷം വരികൾ വന്നു, പാട്ട് ഒന്ന് ട്രാക്ക് പാടി വെച്ചതിന് ശേഷം നല്ല രസമായി. നമ്മൾ തന്നെ ആലോചിച്ചു, ഞാൻ പറഞ്ഞു ഷാവയെ കൊണ്ട് പാടിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഷാവയ്ക്ക് അയച്ചു കൊടുത്തു. ആൾ കേട്ട ഉടനെ തന്നെ അതിനോട് പക്ഷേ കൊള്ളാൻ രസമുണ്ട്, വരികൾ നല്ല രസമുണ്ട്, നല്ല ഡെപ്തുണ്ട്, മ്യൂസിക് നല്ല ലൈറ്ററാണ്, നമുക്ക് കൂളായിട്ട് കേട്ടിരിക്കാവുന്നൊരു പാട്ടായിരിക്കും ഞാൻ പാടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷബ പാടുന്നത്. ഒരു പാട്ടും കൊണ്ടല്ലോ നമ്മുടെ ജാനകി ഈശ്വർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോഷോ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അദ്ദേഹം ആണ് ഇതിനകത്ത് BGM ചെയ്തിട്ടുള്ളത്. അപ്പം ജോഷോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഇംഗ്ലീഷ് പാട്ടാണ് ഇതിനകത്ത് വേണ്ടത്, ഒരു ഇംഗ്ലീഷ് പാട്ട് വേണം, അതൊരു വെസ്റ്റേൺ ആക്സെൻറ്റിൽ തന്നെ ഒരാൾ പാടണം. കാരണം ഈ കുട്ടി ഒരു മോഡേൺ ആയിട്ടുള്ള കുട്ടിയാണ്. അവൾ കേൾക്കുന്ന പാട്ടുകളും അവളുടെ ഒരു സ്റ്റൈലും ഒക്കെ കുറച്ച് മാറണം. മലയാളത്തിലുള്ളൊരു ഇംഗ്ലീഷ് പാടണ്ട എന്നൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഫോറിൻ പാട്ടുകാരെ തപ്പാം എന്നൊക്കെ ഒരു ആലോചനയുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം ചെറുതുമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു ജാനകി ഈശ്വർ സജഷൻ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അവർ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജാനകി ഈശ്വർ കോൺടാക്ട് ചെയ്തു. പുള്ളിക്കാരത്തിൻ്റെ അമ്മ സംസാരിച്ചു, അവർ പാടാമെന്ന് പറഞ്ഞു. അതിഗംഭീരമായി പാടി. പാർഡിയക്സും 1-2 പടങ്ങളും മാറ്റി വെച്ചാൽ ഈ മനുഷ്യൻ്റെ എല്ലാ പടത്തിലും നിങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം? ഇത് സൗഹൃദമാണോ അതെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ത്രെട്ടനിങ് ആണോ, എന്താണ്? നുഴഞ്ഞേറ്റെന്ന് തന്നെ പറയാം. പുള്ളിൻ്റെ ഫസ്റ്റ് സിനിമയിൽ ക്യാപ്റ്റനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ അതിൽ അഭിനയിക്കാൻ വേണ്ടി പോയതല്ല. എന്നുവെച്ചാൽ എനിക്ക് ആഗ്രഹം അഭിനയിക്കാനാണ്, പക്ഷേ എനിക്കതിലൊരു ചാൻസും കിട്ടൂല. അപ്പം എൻ്റെ സുഹൃത്തുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഞാൻ വിളിച്ച്, എടാ ഞാൻ അതിന് മുമ്പ് കുറച്ച് കന്നഡ സിനിമകൾ വർക്ക് ചെയ്തിട്ടാണ് മലയാളത്തിലേക്ക് വന്നത്. എടാ മലയാളത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സിനിമയിലൊന്ന് വർക്ക് ചെയ്യണം, അഭിനയിക്കാൻ നോക്കി എനിക്കറിയാം ചാൻസ് കിട്ടില്ല, എന്ത് പണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയാണ്, കോഴിക്കോടാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഒരുത്തൻ മേക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നവൻ നിർത്തിപ്പോയിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ നല്ല വെയിലൊക്കെ ആയിട്ട് അവൻ നിർത്തിപ്പോയിട്ടുണ്ട്, നീ വന്നാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ക്യാമറ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലോ എന്ന്. അപ്പം പറഞ്ഞ് എടാ കുഴപ്പമില്ല ഞാൻ. അപ്പം പറഞ്ഞു അവൻ പറഞ്ഞു ഒരു 500 രൂപയ്ക്ക് ഒരു ക്യാമറ വാടകയ്ക്ക് കിട്ടും, സോണീൻ്റെ RX10 എന്ന് പറഞ്ഞു. നീ അതെടുത്തോ, എൻ്റെ കൂട്ടുകാരനാണ്, പൈസ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യാം, നീ അത് മേടിച്ചിട്ടാണ്. പറഞ്ഞാൽ ലെൻസൊക്കെ മാറ്റണ്ടേ? എടാ ലെൻസൊന്നും മാറ്റണ്ട, ക്യാമറ എന്ന് വെച്ചാൽ ഒരു ബട്ടൺ അടിച്ചാൽ സൂം ആവും, ഒരു ബട്ടൺ അടിച്ചാൽ സൂം ഔട്ട് ആവും, പിന്നെ ചുവന്ന ബട്ടൺ അടിച്ചാൽ റെക്കോർഡ്. റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ക്യാമറയായിട്ട് കയറി ABC. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എടാ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ബാക്കി പരിപാടിയൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ദിവസം പോയി പമ്മി കാര്യങ്ങളൊക്കെ കാണിച്ച്. അപ്പോൾ ഞാൻ ക്യാമറ നോക്കി, പുള്ളി എവിടെ വരും ഞാൻ ആ സ്ഥലത്ത് പോകില്ല, പുള്ളിയും റോബിച്ചേട്ടൻ ക്യാമറ ഞാൻ എവിടെ വരുന്ന ആ സൈഡിൽ ഞാൻ പോകില്ല, ഇവർക്ക് എൻ്റെ പരിപാടി മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇപ്പം ക്യാമറയും നോക്കി വെറുതെ നടക്കണം, പരിപാടി അറിയില്ലല്ലോ. അപ്പോൾ പുള്ളി ഒരു മറ്റേ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യുക, എൻ്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് വെച്ച്, എന്താ മോനെ പരിപാടി, എന്താ ഉദ്ദേശിച്ചോ വന്ന്.
അപ്പോൾ പ്രേക്ഷേട്ടാ ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമായിട്ട് വന്നതാണ്, പറഞ്ഞു വിടരുത്, ഇതെല്ലാം ഒന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇതാണ് ഞാൻ നോളാന്നൊക്കെ പറഞ്ഞ് അന്ന് കയറിയതാണ്. അന്ന് മനസ്സിൽ കയറി കൂടിയാ. അങ്ങനെ പറഞ്ഞപ്പോ എന്തായിരുന്നു പാവപ്പെട്ട പയ്യൻ അങ്ങനെയാണോ കരുതിയേ? അല്ല, അയാളുടെ ഒരു പാഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ചാൻസ് ചോദിച്ച്, അതായത് കഥ പറയാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോൾ കൊച്ചിയിലേക്ക് വരും. കൊച്ചിയിൽ വന്ന് ഇവിടെയൊക്കെ ഷൂട്ടിങ്ങുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആർട്ടിസ്റ്റുകളോടും സംവിധായകരോടും ഒക്കെ കഥ പറയാൻ, പ്രൊഡ്യൂസർമാരോടൊക്കെ കഥ പറയാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന സ്പേസ്. ഒന്ന്, ഞാൻ പത്രത്തിലായിരുന്നുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻറ്റുകൾ കിട്ടും, കയറാൻ പറ്റുമായിരിക്കും. പക്ഷേ നമുക്ക് അവരുടെ മനസ്സിൽ കയറാൻ ചിലപ്പോൾ പറ്റില്ല. അങ്ങനെ വന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഈ കഥയും, ഈ പർട്ടിക്കുലർ നമ്മുടെ ഈ സിനിമയുടെ കഥയും. ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് വരുമ്പോൾ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രദീപ് കുമാർ എന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് മനോരമയിൽ ജോലി ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പം പുള്ളി ജോലി കഴിഞ്ഞ് ഒരു 7 മണിക്ക് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാലേ എനിക്ക് പുള്ളിയുടെ റൂമിൽ പോകാൻ പറ്റും. അതുവരെ ഞാൻ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ വായി നോക്കി നടക്കും. അപ്പോൾ ആൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നും കുറേ നേരം സംസാരിച്ചു, പിന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് പുള്ളി പറഞ്ഞ കഥയാണ് ഈ കഥയുടെ ക്രെഡിറ്റ് പുള്ളിയുടെ പേരെ വെച്ചിട്ടുണ്ട്. പുള്ളി അന്ന് പറഞ്ഞ കഥയാണ് നമ്മൾ തിരക്കഥയാക്കി സിനിമയാക്കിയത്. അപ്പോൾ എനിക്ക് അറിയാം ആ സ്ട്രഗിൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള. അപ്പം മിഥുൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി ഇവന് ഈ പണി അറിയത്തില്ല എന്ന് മനസ്സിലായി, ക്യാമറ ചെയ്യാം. കാരണം ഇവൻ എന്നെ കാണുമ്പോഴേക്കും ഓടുക ക്യാമറ ആയിട്ട്. നമുക്കറിയില്ല, മേക്കിംഗ് എടുക്കാൻ വന്ന ആള് ക്യാമറ. പിന്നെ എൻ്റെ ബ്രദർ ഫോട്ടോഗ്രാഫറാണ്, ക്യാമറ ചെയ്യണം. ഈ സിനിമയ്ക്കകത്ത് സിനിമാറ്റോഗ്രാഫി ചെയ്തെങ്ങനെ പുള്ളിയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ബേസിക്ക് നമുക്ക് ക്യാമറ അറിയാമല്ലോ, ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഇവൻ ലെൻസ് പിടിക്കുന്നതാണ് നമുക്കറിയാം, ഇവൻ അറിയത്തില്ല. പക്ഷേ ഇവൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ മോണിറ്ററിൻ്റെ ബാക്കിലൊക്കെ വന്ന് നിന്നിട്ട് നോക്കും, മനുഷ്യർ ആക്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ ഇവൻ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇതിനൊരു താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനോട് വലിയൊരു ഇഷ്ടം തോന്നി. പിന്നെ ആൾ എയറോനോട്ടിക് എഞ്ചിനീയറാണ്, ബ്രിട്ടീഷ് എയർവേസ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാം, ഞാനും ജോലിയൊക്കെ വിട്ടിട്ട് വന്നതാണ്, നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആളുടെ പാഷനാണ്, അല്ലാതെ സഹതാപമൊന്നുമല്ല ഒരിക്കലും. അങ്ങനെ ഒരിക്കലും ഉണ്ടായാൽ അതുകൊണ്ട് കാര്യമില്ല. അവന് പാഷൻ ഉണ്ടായിരുന്നു, അതിനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും മിഥുൻ ഒരു മലയാളത്തിലെ ഒരു മികച്ച നടനായിട്ട് മാറും. മലയാളത്തിനെ നല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസിലെത്തും. കാരണം ഡെഡിക്കേഷനും ഉണ്ട്. ഇപ്പോൾ വിഷ്ണു നമ്മുടെ ആങ്കർ പൊന്മാൻ കണ്ടിട്ട് ഇപ്പോൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, 2 പ്രാവശ്യം കെട്ടിപ്പിടിച്ചു, കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനതിൽ ഒരു സീനിൽ വരുന്നതാണ്. കയറി വരൂ, ഇനിയും കയറി വരൂ. ആ പാഷനാണ് ശരിക്കും, അല്ലാതെ ഒരു സഹതാപമല്ല. ഒരിക്കലും അല്ല. നമ്മൾ പാഷനുണ്ട്. ഇപ്പം എനിക്ക് അവസരം കിട്ടിയത് എൻ്റെ പാഷൻ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ സിദ്ദിഖ് സാറ് എൻ്റെ അടുത്ത് അവസരം ചോദിച്ചു തരുന്ന ഒരുപാട് പേരുണ്ട്. പുള്ളിക്ക് വേണമെങ്കിൽ, പുള്ളി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എത്ര പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ. ശരിക്കും തുടങ്ങിയത് ആകാശവാണിയിലാണ്. ഞാൻ ആകാശവാണിയാണ് തുടങ്ങിയത്. അത് മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ സിദ്ദിഖ് സാറിനെ പരിചയപ്പെടുന്നത്. സാറിനോട് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഗൾഫിലെ മാധ്യമത്തിൻ്റെ ഒരു ഷോ അതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ സാറുമായിട്ടൊരു പരിചയമുണ്ട്. അപ്പോൾ സാറ് ഇരുന്ന് ഇങ്ങനെ കഥകൾ പറയുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഞാൻ ഈ സാറ് പറയുന്നതൊക്കെ വെറുതെ എഴുതിയെടുക്കുന്നു. പത്രക്കാരനായതിൻ്റെ ഒരു കുഴപ്പം വെച്ചിട്ട് ഈ പറയുന്ന കഥകൾ കുറിച്ച് വയ്ക്കും. എന്നിട്ട് കുറേ ദിവസം ഞാനിങ്ങനെ ഈ കുറിച്ച് വെച്ചത് സ്റ്റോറികളാക്കിയിട്ട് കൊണ്ടുപോയി കാണിച്ചു. സാർ ഇത് രസമുണ്ട്, നമുക്ക് സൺഡേ സപ്ലിമെൻ്റ് കൊടുത്താൽ ആൾക്കാർക്ക് രസം ഉണ്ടാകും. അങ്ങനെ പുള്ളി കുത്തിരുന്ന് വായിച്ചതല്ല, വായിച്ചിട്ട് പ്രത്യേകിച്ച് കൊള്ളാം, രസമുണ്ട്, ഇത് പറയുന്ന പോലെ തന്നെ രസമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ എഴുത്തിനൊരു ഫ്ലോ ഒക്കെ ഉണ്ട്. സാറിന് ഹ്യൂമർ പറയുമ്പം ഉള്ളത് എഴുതിയാൽ ചിലപ്പോൾ കിട്ടില്ല, എഴുതി വെക്കുമ്പോൾ ആ പറയുന്ന ഹ്യൂമർ കിട്ടില്ലല്ലോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഒരു തിരക്കഥയൊക്കെ എഴുതി പരിശീലിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ കാലിലുണ്ട്. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ വലിയ സ്വപ്നമാണ്. പക്ഷേ നമ്മൾ പലയിടത്തും പോയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളെ ഡോറ് അടയും, പിന്നെ അവർ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കില്ല. അത് അവരുടെ കുറ്റമല്ല, നമ്മളാരും അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് പറ്റൂല്ലെന്ന് അവർക്ക് അറിയില്ല. ഞാൻ പിന്നെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയിട്ടില്ല. സാറിനോട് ഇത് പറയാത്ത കാര്യം ഇനി പുള്ളിയും കൂടി പറഞ്ഞു വിടേണ്ട, ആ ഒരു ബന്ധം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിയോട് ചാൻസ് ചോദിച്ചില്ല. ആളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വർക്ക് ചെയ്യാൻ, അടുത്ത പടം വരുമ്പോൾ ഡിസ്കഷൻ ഇരിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു, കയറി, ജോലി രാജിവെച്ചു. അങ്ങനെയാണ് സിനിമയിലേക്ക്. ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് സിദ്ദിഖ് സാറിനെ പോലെ ഒരു വലിയ മനസ്സുള്ളൊരു മനുഷ്യൻ സ്പേസ് തന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാനും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആബ്സെൻസിൽ ഞാൻ കൂടുതലത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ നാളെ മുതൽ ഇന്റർവ്യൂവിൽ ഇത്രയും കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇതേപോലെ ഒരു തന്ന മനുഷ്യനാണ്, അതെ വലിയ മനസ്സാണ് അങ്ങനെ അതൊന്നുമല്ല. ഞാനിപ്പോഴും അത് സിദ്ദിഖ് സാറിന് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ ഒരുപാട് പേരെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആബ്സെൻസിൽ
പുള്ളി ചെയ്തതുപോലെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇനി നിങ്ങൾ ലൈഫ് കൊടുത്ത ചിലരെ കുറിച്ച് ഞാൻ പറയാം. അജു വർഗീസ് ഈ അടുത്ത് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നിട്ട് പറഞ്ഞു, ഞാൻ വെള്ളവടി നടത്തിയത് വെള്ളം എന്ന് പറയുന്ന സിനിമയാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം മുരളിയുടെ കഥ നമുക്ക് ഓൾറെഡി അറിയാം. ഈ വെള്ളം മുരളി പലരെയും ഇൻസ്പയർ ചെയ്തിട്ട് വെള്ളവടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിനിമ ഈ അറിയപ്പെടുന്ന ഒരു അജു വർഗീസ് ആണ് ഈ പറഞ്ഞത്. പക്ഷെ അറിയപ്പെടാത്ത ഒരുപാട് പേർക്ക് ചിലപ്പോൾ അതേപോലെ ഗുണം ആയിട്ടുണ്ടാവാം, നേരിട്ട് അനുഭവം ഉണ്ടാവും. പക്ഷെ വെള്ളം എന്ന് പറയുന്ന സിനിമ ശരിക്കും ഉണ്ടായത് ഈ വെള്ളം മുരളിയുടെ അനുഭവം കണ്ടിട്ട് അത് തന്നെയാണല്ലോ സിനിമാറ്റിക് ആക്കി പകർത്തുന്നത്. പക്ഷേ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ അജു പറയുന്ന ഫീഡ്ബാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെ പറയുകയാണ്, ഞാൻ വെള്ളം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ സിനിമ സ്വാധീനിക്കപ്പെടുന്നത് എത്രത്തോളമാണ്, നമ്മൾ ഈ ഡിസ്കഷൻ ആർട്ട് ഈ എങ്ങനെ സ്വാധീനിക്കുന്നു സൊസൈറ്റി, പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോൾ ഇതൊരു ഉദാഹരണമല്ലേ നമ്മൾ സിനിമ എത്രത്തോളം വലിയ രീതിയിലാണ് ആസ്വദിക്കപ്പെടുന്നത് ഇല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ പടം ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു എന്താണ് ഡി അഡിക്ഷൻ സെൻറ്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, നമ്മൾ 6 മാസമൊക്കെ എടുത്തിട്ട് ഒരു മനുഷ്യനെ കൗൺസിൽ ചെയ്ത് ഒരു ട്രാക്കിൽ കൊണ്ടുവരാൻ കുറേയധികം സമയമെടുക്കും. അതിനേക്കാൾ 2.5 മണിക്കൂർ സിനിമ കാണിച്ചു കൊടുത്താൽ അയാളെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഈ സൈക്കോളജിസ്റ്റുമായിട്ട് കുറേ പേരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണോ ഇതിൻ്റെ ഒരു തിരക്കഥ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ആകെയുള്ള നമുക്കുള്ള ഭ്രാന്ത് മാത്രമാണ് സിനിമയോടുള്ള. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. അതായത് ഒരു മദ്യപാനിയായ ഒരാൾ സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മദ്യപിച്ചിട്ട് സ്കൂളിലേക്ക് കയറി വരുമോ എന്ന ഭയത്തിൽ പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. ആ ഭയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അജു എന്നോട് പറഞ്ഞു, ഈ പടത്തിനകത്ത് അജു അഭിനയിച്ചതിൻ്റെ ഒരു കാരണം തന്നെ ആ സൗഹൃദമാണ്. എന്നോട് തീർത്തും പറഞ്ഞു അതൊരു ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു പടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാൾ കാണാൻ വന്നിരുന്നു, ജേട്ടൻ്റെ വീട്ടിൽ പുള്ളിനെ കാണാൻ വന്നു, പത്തനംതിട്ടുള്ള ഒരാൾ. അദ്ദേഹം മദ്യപാനം പൂർണ്ണമായും നിർത്തി, ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി, കാറെല്ലാം മേടിച്ചു. ആ കാറ് പുതിയ മേടിച്ചിട്ടുണ്ടെന്ന് ജേട്ടനെ കാണാൻ വേണ്ടി. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു മദ്യപാനത്തിനെതിരായി നമ്മൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ ഈ ലഹരി ഒരാളുടെ ജീവിതം തകർക്കുന്നത് അയാൾക്ക് മാത്രമല്ല, അയാളുടെ ചുറ്റും സമൂഹത്തിനും ഒക്കെ അത് പ്രശ്നമുണ്ടാകും. അജുവിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് ഭയങ്കര ഗുണം ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ വെള്ളം മുരളിയെ സംസാരിച്ചിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞത്, ലാലേട്ടനെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നപ്പോൾ നമ്പർ മാറ്റിയല്ലോ. പക്ഷേ ഞാൻ എൻ്റെ നമ്പറേ മാറ്റിയോളൂ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആളാണ് എന്ന് മുരളിച്ചേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് അതും ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻറ്റാണ്. അത്രയും അവസ്ഥയിൽ നിന്നിട്ട് മാറി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ധീരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. സിനിമയ്ക്ക് പലതരത്തിലുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. അതുപോലെ ഇൻസ്പിറേഷണൽ സിനിമകളാണ് കൂടുതൽ എടുക്കുന്നത്. അത് അങ്ങനെയാണോ? ഇപ്പോൾ ജിസ്റ്റോയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അതേപോലെ നിങ്ങൾ ഇൻസ്പിറേഷണൽ സിനിമകളാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, അതിനകത്ത് സ്പോർട്സിൻ്റെ എല്ലാ സിനിമയും ഭയങ്കര ഇൻസ്പിറേഷണലാണ്. ഏത് സിനിമയാണെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. കാരണം നമുക്ക് സ്പോർട്സ് അത്രയും ലഹരി ആയതുകൊണ്ട് നമ്മളത് കണ്ട് തീർക്കും. ലഹരി അല്ലാത്തവർക്കും മനസ്സിലാവും അതെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ വെള്ളവും അതേപോലെയാണ്, മേരിയ വാസുവിനെയും അതേപോലെ ഇൻസ്പിറേഷണലാണ്. അപ്പം ഇൻസ്പിറേഷണൽ സ്റ്റോറീസിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യാം. ഒന്നുമില്ല അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പം പ്രത്യേകിച്ച് ഈ പടം ഒരു ഇൻസ്പയറിംഗ് പടമല്ല, പ്രത്യേകം പറയുന്നു. ഇത് കണ്ട് ആരും ഇൻസ്പയർ ആവരുത്. അല്ല, ഈ ചോദ്യത്തിന് ഉത്തരം ഈ പടം കാണുമ്പോൾ മാറിക്കോ. അല്ല, ഞാൻ പറയുന്നത് ശരിക്കും സിനിമ എന്നുള്ള ഏത് ആർട്ട് ഫോം, ഇപ്പോൾ ചിലൊരു പുസ്തകം വായിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ലൈഫ് മാറാം. നമ്മൾ ചിലപ്പോൾ വായിക്കുന്ന ഒരു വരിയോ ഒക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നല്ലൊരു സുഹൃത്ത്, ഇപ്പോൾ രഞ്ജിഷ് നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ ചിലപ്പോൾ മാറും. ഒരു ടോക്സിക് ആയിട്ടുള്ള സുഹൃത്തുണ്ടെങ്കിൽ അയാളുടെ ക്യാരക്ടർ മാറും. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ആളുകൾക്ക് മാറ്റാൻ പറ്റും. അത് മനുഷ്യർക്ക് മാറ്റാൻ പറ്റും, ആർട്ട് ഫോമിനൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരാളെ ലൈഫ് തിരിച്ചു പിടിക്കാനോ മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനോ ആർട്ട് ഫോം ഉപകരിക്കുമെങ്കിൽ അത് ആർട്ട് ഫോം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി പക്ഷേ സിനിമ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആ കണ്ടന്റ് അതിലേക്ക് ചിലപ്പം എത്തിപ്പെടും. ഇപ്പം വേണമെങ്കിൽ നമുക്ക് വെള്ളം മുരളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തപ്പോൾ അദ്ദേഹം സക്സസ്ഫുൾ ആയി. സ്വാഭാവികമായിട്ട് നമുക്ക് ആ സക്സസ് കാണിക്കാം. സത്യേട്ടൻ്റെ സിനിമയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫ് പോയതാണ്, നഷ്ടപ്പെട്ടാണ്. പക്ഷേ അതിനകത്ത് എങ്കിലും ആ ഉള്ളിൽ നമുക്കൊരു സ്പിരിറ്റ് അതിനകത്ത് വരുന്നുണ്ട്. മേരിയ വാസുവിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ്. നമ്മൾ കേട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ജേട്ടൻ എന്നോട് ആ ഒരു സബ്ജക്റ്റ് പറയുകയും അത് നമ്മൾ എടുത്ത് ചെയ്യുകയും ചെയ്തത്. കാരണം അതിനകത്ത് എനിക്കൊരു ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്യാനുള്ളൊരു കാരണം. ഇതിനകത്ത് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ ഈ നമ്മൾ ജോലി
സേഫ് ആയിട്ടുള്ള സ്പേസ്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ പോലും സ്ഥിരമായിട്ട് ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഇതിങ്ങനെ മാസം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത മാസം നമ്മളൊരു തീരുമാനം എടുക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പോഴാണ് സേഫ് സോണിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ചെറുപ്പത്തിൽ തന്നെ എടുത്തതാണോ അതേ ആ സേഫ് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള അത്രയും എനർജി ഇല്ലെങ്കിൽ ആ തീരുമാനം എങ്ങനെയാണ് വന്നത്? എന്താ ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. ബട്ട് ഞാൻ അതിന് മുമ്പ് കുറച്ച് ട്രയൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ കുറേ ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കും, പക്ഷേ ഒരു പ്രൈസൊന്നും കിട്ടില്ല. ആർട്സിന് പങ്കെടുക്കും. ആർട്സ് വെച്ചാൽ വളരെ ഫാൻസി ഡ്രസ്സ്, അങ്ങനെ മറ്റേ ശ്രീകൃഷ്ണയന്തിക്ക് കൃഷ്ണനുള്ള ഡ്രസ്സ് നമ്മൾ എൻ്റെ നാട്ടിൽ സ്ഥിരം കൃഷ്ണൻ ഞാനാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ഫാൻസി ഡ്രസ്സിനൊക്കെ പോകും. അപ്പം അതും ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു നാടകത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി അഭിനയിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ നാടകത്തിൽ ഞാനും അവനും കൂടി ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഒരു പ്രധാന കഥാപാത്രം അവൻ, മറ്റേ കഥാപാത്രം ഞാൻ. അങ്ങനെ ആ നാടകം യൂത്ത് ഫെസ്റ്റിവലിൽ കളിച്ചു. എൻ്റെ ഡയലോഗ് ഞാൻ ഡയലോഗും മറന്നു. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഡയലോഗും കൂടി പറഞ്ഞ് അവൻ്റെ ഡയലോഗും പറഞ്ഞ് അക്കൊല്ലത്തെ ബെസ്റ്റ് ആക്ടർ അവിടെ അപ്പോൾ അവാർഡ് കിട്ടിയവന്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ജോലി എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എനിക്ക് ഇത് കിട്ടി, പ്ലേസ്മെൻ്റായി. അപ്പോൾ അന്ന് മുതൽ ഈ ജോലി വിടുന്നതിനെക്കാട്ടും നമ്മൾ നോർമലായിട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതും കുറച്ച് ഫിനാൻഷ്യൽ പരിപാടിയൊക്കെ സെറ്റിൽ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഈ പണ്ടത്തെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം പോയി പങ്കെടുക്കും. പക്ഷേ ഈ ഫെയിൽ സാധനം മനസ്സിലോട്ട് ഒന്ന് ട്രയൽ ആൻഡ് എറർ നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നാടകങ്ങളിലൊക്കെ ചാൻസ് ചോദിച്ചു പോയി. അവിടെ ഈ ഭാഷ അറിയില്ല, ഇവരെന്താ പറയുന്നത് എനിക്കറിയില്ല, എനിക്കെന്താ പറയുന്നത്, ഒരു വിധത്തിലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം എനിക്കൊരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് പ്ലേയിൽ എനിക്കൊരു ചാൻസ്. സ്ട്രീറ്റ് പ്ലേയിൽ അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഇതിനുള്ള മുന്നോട്ട് പോകാനുള്ള ഹോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ജോലി വിട്ട് പോകാൻ പറ്റുന്ന സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു സ്ട്രീറ്റ് പ്ലേയിൽ എനിക്ക് ഒറ്റ ഡയലോഗേ ഉള്ളൂ, അണ്ണവർ പിക്ചർ സൂപ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കൂടുതലൊരു സീനിയർ ആയിട്ടുള്ള അവിടുത്തെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്യുന്ന ഒരു സാറാണ്. അപ്പോൾ സാറോട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാറ്, മോനൊന്നും പേടിക്കണ്ട, ഞാൻ മോനെ നോക്കും. അപ്പോൾ മോനെ ഡയലോഗ് അങ്ങ് പറഞ്ഞു. ആ ഡയലോഗ് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞു സാർ കയ്യിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നുപോയാലും ഞാൻ പറഞ്ഞോളാം. ആണോ? അപ്പോൾ എപ്പോൾ നോക്കിയാൽ അതുവരെ ശാന്തമായിരുന്ന ഓഡിയൻസ് ഈ പുള്ളി എന്നെ നോക്കുമ്പോൾ ഞാൻ അണ്ണവർ പിക്ചർ സൂപ്പർ എന്ന് പറയുമ്പോൾ ക്രൗഡ് മൊത്തം കൈയടിക്കുകയാണ്. പിന്നെ അങ്ങനെ 3-4 വട്ടം, ഒരു 5-6 വട്ടം ഞാൻ പറയുമ്പോൾ കൈയടിക്കുകയാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ എയറിലൊക്കെ നിന്നിട്ടാണ് പറയുന്നത് അണ്ണവർ പിക്ചർ. എനിക്ക് മറ്റേ എന്തൊരു സാധനം ഈ ആൾക്കാർ കൈയടിക്കണം. അപ്പം നാടൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരൊക്കെ ഇത്രയും ഡയലോഗ് പേജ് കേട്ട് ഡയലോഗ് അടിച്ചിട്ടും വലിയ കൈയടിയൊന്നുമില്ല. ഞാനൊരു ഡയലോഗ് പറഞ്ഞപ്പോൾ എന്തൊരു കൈയടിയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് മാനസ് എന്ന്, എൻ്റെ ഫോണിൽ ഇപ്പോഴും അവൻ്റെ പേര് മാനസ് മൈ ഫസ്റ്റ് ഹെൽപ്പ് എന്നാണ്. അവനാണ് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താടാന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, എടാ ഈ അണ്ണവർ പിക്ചർ സൂപ്പർ എന്ന് പറഞ്ഞാൽ രാജ്കുമാറിൻ്റെ സിനിമകൾ അടിപൊളിയാണെന്നാണ് നീ പറയുന്നത്. പണ്ട് വീരപ്പൻ തട്ടിക്കൊണ്ട് രാജ്കുമാർ സാറെ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് ഈ ആൾക്കാർ കൈയടിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു നല്ല ആ ഒരു ഇതൊക്കെ ഓക്കെ എന്നാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള എവിടേക്കോ ഒരു പരിപാടി തോന്നി. പിന്നെ ആക്ച്വലി പാരലി അപ്പോൾ എനിക്കൊരു എവിടേക്കോ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഒരു 4-5 പടങ്ങളിൽ ഞാൻ അഭിനയിച്ച് നോക്കി വർക്കൗട്ട് ആവുന്നുണ്ടോ. അപ്പം കുറേശ്ശെ മുന്നോട്ട് പോകാമെന്നൊരു കോൺഫിഡൻസ് ഒക്കെ അവിടെ കിട്ടിയത് കൊണ്ടാണ്. പിന്നെ എൻ്റെ അച്ഛനും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അച്ഛൻ ചെറുപ്പം മുതലൊരു സിനിമ നടനാകുമ്പോൾ കുറേ ആഗ്രഹിച്ച, പക്ഷെ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനാണ് ആദ്യം സിനിമയിൽ വരേണ്ടിയിരുന്ന ആള്. ഇതിൻ്റെ അച്ഛനെ അഭിനയിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലൈഫ് മാറ്റി വെച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ട് മകനെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് വിട്ടതാണ്. അച്ഛൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു സീന് എന്താ വെച്ചാല് അമ്മ പണ്ടത്തെ ജസ്റ്റ് ഈ ആണും പെണ്ണും കാണുക, നേരെ കല്യാണത്തിലേക്ക് പോവുക. 89-ലാണ് കല്യാണം നടക്കുന്നത്. അപ്പം അമ്മ വീട്ടിലേക്ക് വന്നു. അടുത്ത ദിവസം എൻ്റെ അച്ഛൻ്റെ അമ്മ അമ്മേനെ വിളിച്ചു. മോനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയി പറയുന്നില്ല, നിൻ്റെ ഭർത്താവ് ഇത്രയെല്ലാം സമ്പാദിച്ച സാധനം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ അമ്മേനെ കൂട്ടി ഇവരെ ബെഡ്റൂമിലേക്ക് തന്നെ പോയി. മോളെ റങ്ക് പെട്ടി എന്ന് പറയും പറയത്തപ്പെട്ടി, മോളെ റങ്ക് പെട്ടി എടുക്കുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു ദൈവം സ്വർണ്ണോ പൈസയൊക്കെ ആയിരിക്കും പറഞ്ഞു. റങ്ക് പെട്ടി എടുത്ത് തുറക്കുന്നു മോളെ. അപ്പോൾ പൊട്ടിക്കണ്ട അമ്മത്തൊക്കെ തട്ടി പൊട്ടി ഇത് തുറന്നപ്പം കുറേ നാനയും അച്ഛൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിൻ്റെ മറ്റേ ടിക്കറ്റൊക്കെയാണ് അച്ഛൻ്റെ കളക്ഷൻസ്. പിന്നെ ജയൻ സാറൊക്കെ അവരൊക്കെ ഫോട്ടോ വെട്ടി ബുക്കിൽ വെട്ടി. ഇതൊക്കെയായിരുന്നു മൂപ്പരെ സംഭവം. ഇതാണ് നിൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യം. അപ്പോൾ അച്ഛൻ ആ ഒരു ഇഷ്ടമൊക്കെ എവിടേക്കും ഉള്ളതുകൊണ്ടായിരിക്കാം പുള്ളി എന്നെ അത്രയും സപ്പോർട്ടും പിന്നെ എൻ്റെ കൂട്ടുകാരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ അമ്മയും. അപ്പോൾ നോർമലി RDX ഒക്കെ വിജയിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ സ്റ്റാറുകളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഒരു മനസ്സിനകത്ത് എന്തായിരുന്നു അച്ഛൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആ സമയത്തൊക്കെ? ഉറപ്പായിട്ടും ഞാൻ ഇപ്പോഴും പറയാം, എപ്പോഴും കുറച്ച് കാലം മുന്നേ വരെ
അച്ഛന് ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾക്കൊക്കെ സിനിമ എല്ലാവരും പറയുന്നതാണ്, പക്ഷേ എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആണ്. കല്യാണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അച്ഛൻ എല്ലാ പരിപാടിക്കും എല്ലാവരും വിളിച്ചാലും എല്ലാ പരിപാടിക്കും പോകും എൻ്റെ നാട്ടിൽ. അപ്പോൾ അച്ഛൻ ഞാൻ പറയും, മോനെ എന്താണ് പരിപാടി? അപ്പോൾ നമ്മളൊരു പോയിന്റ് കഴിഞ്ഞ് കല്യാണമൊന്നും കഴിച്ചില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുമല്ലോ, സിനിമയിലൊക്കെ പോയി പടമില്ല സെറ്റായില്ലല്ലേ, പണ്ട് നല്ല ജോലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആക്കുമായിരുന്നു. ആർട്ടിക്സ് കഴിഞ്ഞപ്പം അച്ഛൻ പിന്നെ അങ്ങനത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുമില്ല. പുള്ളിക്ക് മനസ്സിലായി. പിന്നെ ആൾക്കാരെ അച്ഛനോടുള്ള ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെ മാറി. എല്ലാം കുറച്ചും കൂടി റിസൾട്ട് കണ്ട് അച്ഛന് മാറി. അച്ഛൻ എപ്പോൾ ഇവിടെ പോകുമ്പോഴും അച്ഛനെ പോകുമ്പോൾ അതാ അയാളെ അച്ഛനാണ് മകൻ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് അച്ഛൻ ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു ഇത്രയും പൈസ അല്ലെങ്കിൽ ഒരു ഇത്ര ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നതിനെക്കാട്ടും അച്ഛൻ ഹാപ്പി ഇത് തന്നെ ആയിരിക്കും. അച്ഛനും ആഗ്രഹിച്ചിരുന്ന ഒരു പക്ഷേ അതായിരുന്നില്ല. അച്ഛൻ ഒരു പടത്തിൽ അഭിനയിച്ചു പണ്ട് പുരാവൃത്ത് എന്ന് പറഞ്ഞ ഒരു പടം ഷൂട്ടിങ് വയനാട്ടിലുണ്ടായിരുന്നു. ഓംപുരി സാർ അഭിനയിച്ചേ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന ഒരു ചാക്കി കെട്ടിയിട്ട് ഒരു ഡെഡ് ബോഡിനെ കൊണ്ടുപോകില്ല. അപ്പോൾ ചാക്കിനുള്ള അച്ഛനായിരുന്നു അച്ഛൻ പറയും, അതാവേ ചാക്ക് ഞാൻ ചാക്കിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. നിഴലോ മാഞ്ഞു പോയി വഴിയും മറഞ്ഞു പോയി തോരാത്തൊരാമഴയിൽ. അത് തോരാത്തൊരാമഴയിൽ എന്ന് പാടുന്ന സമയത്തൊക്കെ നമ്മൾ ഏതൊക്കെ മഴകൾ നനഞ്ഞിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ പോകാൻ കഴിയുന്നത് ആ സിനിമ മൊത്തത്തിൽ ആ വരികളിലും ഉണ്ട്. നിതീഷ് എഴുതുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം സജഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഷഹബാസ് പാടിക്കഴിയുമ്പോൾ നമ്മൾ വേറൊരു സംഗതിയിലായി. ഇപ്പോൾ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ പാട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു 25 മില്യണെങ്കിലും വ്യൂവർഷിപ്പ് കഴിഞ്ഞൊരു പാട്ടാണ്. ഈ പാട്ടിൻ്റേതായ ഒരു എക്സിസ്റ്റൻസ്. ബിജുപാലിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പാട്ടും കൂടെ ചേർത്ത് ഓർക്കുന്ന രീതിയിൽ നമ്മളൊക്കെ പാടിപ്പോവും ഈ പാട്ടിൽ. അങ്ങനെ ഒരു പാട്ടൊക്കെ സംഭാവന ചെയ്ത ഒരു മനുഷ്യനോടൊരു ബഹുമാനം എനിക്കുണ്ട്. കാരണം അത് തീർച്ചയായും ബിജുപാലിൻ്റെ ഒരു ഹൃദയമാണ് ആ പാട്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഒന്ന് എനിക്ക് പാട്ടുകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആ പ്രോസസ്സിൽ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ ഇരിക്കും, ഇവരിങ്ങനെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുകയും അതിൻ്റെ ഒരു സ്ക്രാച്ച് തൊട്ട് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ആണ് ഈ സബ്ജക്റ്റ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പാട്ടുകൾക്കും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മൾ പോയിട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു കഥയുണ്ടാക്കും ഒരു പാട്ടിന്. അപ്പോൾ ഇതിനകത്തൊരു കഥയെന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൻ്റെ ഓരത്തുള്ള ഒരു മരത്തിൽ ഒരു ആൺകിളിയും പെൺകിളിയും കൂട് വെച്ചിരിക്കുന്നു. അവിടെ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൺകിളി പുറത്ത് പോകുന്നു, ഭക്ഷണം കൊണ്ടുവരുന്നു, ഇവർ സുഖമായിട്ട് കഴിക്കുന്നു, ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ആൺകിളി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആളുടെ ശരീരത്തിൽ മുഴുവൻ അരക്ക് പറ്റിയിട്ടുണ്ട്. അത് കുടുങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വളരെ പ്രയാസപ്പെട്ട് പറന്ന് വന്നിരിക്കുമ്പോൾ ഈ പെൺകിളി ഈ കൊണ്ടുവന്ന ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇയാളുടെ തൂവലിൽ നിന്ന് ഇങ്ങനെ അരക്ക് കൊത്തിയെടുക്കുകയാണ്. കൊത്തിയെടുത്ത് അവർ കിടന്നുറങ്ങും. വീണ്ടും രാവിലെ ആകുമ്പോഴത്തേക്ക് ഇയാൾക്ക് പറക്കാൻ പറ്റില്ല, അവർ കുറേ അധികം ഉണ്ട്. ഇവർ പുറത്ത് പോയി ഭക്ഷണം എല്ലാം കൊണ്ടുവന്നിട്ട് വീണ്ടും ഇത് കൊത്തിയെടുക്കും. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി, ഹാപ്പിയായി. 6-ാം ദിവസം അയാൾ പറന്ന് കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോയി. കുറേ ദിവസം പറക്കായിരുന്നുകൊണ്ട് പറന്ന് തിരിച്ച് കൂട്ടിലേക്ക് വരുമ്പോൾ പെൺകിളി ചത്ത് കിടക്കുകയാണ്. കാരണം ഈ അരക്ക് മുഴുവൻ അവർ കഴിച്ചു. ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അരക്ക് മാത്രമാണ് ഇത് ഭക്ഷിച്ചത്. അപ്പോൾ അത് മരിച്ചുപോയി. തിരിച്ചു വന്ന സമയത്താണ് ആൺകിളിക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ വരെ ഇവളായിരുന്നു എൻ്റെ ആകാശം, എൻ്റെ ചിറക് ഇവളായിരുന്നു, എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം അവൾ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആ മൊമെൻറ്റിലാണ്. ആ മൊമെൻ്റാണ് നമ്മൾ ഈ പാട്ട് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വിജയേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ ഇങ്ങനെ കണ്ണിൽ നോക്കി. പുള്ളി പക്ഷേ ഭയങ്കര ഇമോഷണലായി ഈ കഥ പറഞ്ഞപ്പോൾ. എനിക്കത് മനസ്സിലാവും. കാരണം ഒന്ന് നമ്മൾ അടുപ്പമുള്ള ആളുകളാണ്. ശാന്ത ചേച്ചിക്ക് എനിക്ക് ഭയങ്കര അടുത്തറിയാവുന്ന, നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ് ഇവർ താമസിച്ചിരുന്നത്. അങ്ങനെ പേഴ്സണലി അറിയുന്നവരാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണലായി. അങ്ങനെയാണ് ആദ്യത്തെ ആ 4 വരികൾ ഞാൻ നിതീഷിനോട് പറയുകയാണ്. എൻ്റെ ആകാശമായിരുന്നവളാണ്, എൻ്റെ ചിറകായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഒരു വാചകത്തിൽ നിന്നാണ് ആ സിനിമ പാട്ടുകൾ തുടങ്ങുന്നത്. പിന്നെ അത് മനോഹരമായി, വളരെ മനോഹരമായി നിതീഷ് എഴുതി, വിജയേട്ടൻ പാടി, ഒരു ട്രാക്ക് പാടിയിട്ട് ആൾ തന്നെ പാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയേട്ടൻ അതിനകത്ത് മഴ മാത്രം ബാക്ക്ഗ്രൗണ്ട് ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് മഴ മാത്രം ഇട്ട് നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തരുന്നു. അങ്ങനെ ഇദ്ദേഹം മഴ മാത്രം ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് എനിക്ക് അയച്ചു തന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഞാൻ കരഞ്ഞുകൊണ്ട് കേട്ട് തീർന്നൊരു പാട്ടാണ്. അത്ര മനോഹരമായി വിജയേട്ടൻ പാടിയിട്ടുണ്ട്. അത് കേട്ടിട്ട് പുള്ളിയെ കൊണ്ട് അത് എൻ്റെ ടീമൊക്കെ കേട്ടിട്ട് അത് അദ്ദേഹം തന്നെ പാടണം എന്ന് എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്തു. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഭീകരമായ ബിജിപാൽ എന്ന് പറയുന്ന പാട്ടുകാരൻ്റെ എല്ലാ വേദനയും കൂടെ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു, ഇത്
ഷഹബാസിനെ വേറൊരു പാട്ടുകാരൻ പാടണം എന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻ സെല്ല് ചെയ്യുക എന്നുള്ളതല്ലല്ലോ, അങ്ങനെയല്ല, അത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഷബയോട് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ബിജിയുടെ പാട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അത് മനോഹരമായി ഒന്നിച്ചിരുന്ന് പാടി. അത് ഏതോ ലെവലിലേക്ക് പാട്ടെത്തി. അത് വലിയ സന്തോഷമാണ്. കാരണം എല്ലാവരും എപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒക്കെ നമ്മളെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ആ പാട്ടാണ് ഇടുന്നത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പാട്ട് പാടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാട്ടാണ്. ഇങ്ങനെ പാടി കുട്ടികൾ പാടുന്നതും വലിയ ആൾക്കാരും എല്ലാവരും. കൊടുങ്ങല്ലൂരിലൊരു പയ്യൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആൾ ഇങ്ങനെ എന്താണ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് പാടുന്നത് അയാളുടെ അവിടെ നിന്ന് ഒരാൾ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞങ്ങളത് പോസ്റ്റ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് പാടുക, ഞാൻ ഉൾപ്പെടെ പാടി. നിങ്ങൾ നന്നായി പാടുന്ന ആളുകളുടെ ഹൃദയത്തിൽ അത് പറ്റുന്ന തരത്തിലുള്ള വരികളും അങ്ങനെയാണ്. എല്ലാവർക്കും ഒരു പ്രണയവും വിരഹവും ഒരു നൊമ്പരവും ഒക്കെ എല്ലാവർക്കും മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം അതിനൊക്കെ എന്താണ് ടച്ച് ചെയ്യുന്നൊരു പാട്ടാണ്. പുതിയ കാലത്ത് പാട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞങ്ങൾ എടുത്ത് വെച്ചു കൊടുക്കും ഈ പാട്ട്, കണ്ടോ എന്ന് ചോദിക്കും. സന്തോഷം. അത് എല്ലാവരും ഭയങ്കര എഫർട്ട് ഇട്ട് എടുത്തു. ബിജുവാലിനെ പോലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പെയിൻ മുഴുവൻ അദ്ദേഹം ഇട്ടിട്ട് എടുത്തൊരു പാട്ടാണ്. അത് അസലായിട്ട് പാടിയിട്ടുണ്ട്. സീക്രട്ട് ഓഫ് വിമനിലേക്ക് വരുമ്പോൾ നിരഞ്ജനയാണ് മെയിൻ ആർട്ടിസ്റ്റ്. ബാക്കി ആർട്ടിസ്റ്റുകളെയും കൂടെ കുറിച്ച് പറയും. ഇതിനകത്ത് ജീന ജോർജ് എന്നൊരു ക്യാരക്ടറാണ് നിരഞ്ജന ചെയ്യുന്നത്, ഒരു ലീഡ് ക്യാരക്ടറാണ്. അപ്പോൾ അതിനകത്ത് ജീനയുടെ ഒപ്പം ഉള്ള ആക്ടേഴ്സാണ്. ഒന്ന് അധീഷാണ് ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ആദ്യം ഇത് പറയുന്നത് നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആളാണ്, ലക്ഷ്യയുടെയൊക്കെ ഡയറക്ടർ ബോർഡിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയ ഒരാളാണ് അധീഷ്. അപ്പോൾ അധീഷും പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. അപ്പോൾ പ്രൊഡക്ഷനിലുണ്ട് അധീഷും. എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ നിന്ന് എല്ലാത്തിലും നമ്മളോട് സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ്. പിന്നെ മിഥുൻ വരുന്നു ഇതിനകത്തേക്ക്. മിഥുൻ അതിനകത്തൊരു സ്വാഭാവികമായിട്ടും മറ്റേ ഫ്രീ കിട്ടും പോലെ ഉണ്ട്. പിന്നെയുള്ളത് സുമാദേവി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റുണ്ട് ഇതിനകത്ത്. വളരെ ഒരു 10 വർഷത്തോളം ഡ്യൂപ്പായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അവർക്ക് അതിനകത്ത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഏറ്റവും മികച്ച നടിയുടെ അവാർഡ് കിട്ടിയ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം സുമാദേവി അവർ ഈ കുറേ കാലത്തിന് ശേഷം, അതായത് ഒരു 10 വർഷത്തോളം ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയും ആദ്യമായിട്ട് ഓൺ സ്ക്രീനിൽ അവരുടെ ഒരു രൂപത്തിൽ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അജു ഇതിനകത്ത് ഉണ്ട്, നമ്മുടെ ശ്രീകാന്ത് മുരളി ഇതിനകത്ത് ക്യാരക്ടർ ചെയ്യുന്നത്. ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം അങ്ങനെ വന്ന് അസോസിയേറ്റഡ് ആയിട്ട് നമ്മളെ കൂടെ ചേർന്ന് നിന്ന് ഒരു കുടുംബം പോലെ ചെയ്തതാണ്. പിന്നെ ഉണ്ണി ചെറുവത്തൂർ, നമ്മുടെ മറിമായം ഉണ്ണിയേട്ടനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്കിത് ഡിസൂസ, അതുപോലെ തന്നെ സാക്രിക്ക ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകൾ, ആർട്ടിസ്റ്റുകളായിട്ടുള്ള ജിതൻ ചേട്ടൻ, നമ്മുടെ പ്രധാനമായി എടുത്തു പറയാനുള്ളത് സൗണ്ട് എഞ്ചിനീയറാണ്. ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന കാലം മുതലേ ലാൽ മീഡിയയിലെ സൗണ്ട് എഞ്ചിനീയറാണ് ജിതൻ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവാർഡുകളെ പോലെ നിരൂപക പ്രശംസയും പ്രേക്ഷകർ സ്വീകരിക്കപ്പെടുകയും കൂടെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കപ്പെടും. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.